എനിക്ക് ഇഷ്ടമുള്ളൊരു ജോണറും അതുപോലെ തന്നെ ഹിന്ദിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യൂണിവേഴ്സ്, ഒരു ഫിലിം ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് സ്ത്രീ യൂണിവേഴ്സാണ്. സ്ത്രീ ഫസ്റ്റ്, സെക്കൻഡ്, അതുപോലെ തന്നെ ഭേദിയ, അത് കഴിഞ്ഞ് ഏതാ പടം, അതിൻ്റെ ഇടയ്ക്ക് മുന്ന എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സിനിമകളൊക്കെ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് ഒരു കണക്ഷനൊക്കെ വെച്ച് ഒരു ഹൊറർ യൂണിവേഴ്സ്, ഒരു ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുതിയൊരു ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് പുതിയതായിട്ട് വരുന്ന ഏറ്റവും പുതിയ അഡാപ്റ്റേഷനായിട്ടുള്ള മാഡ് ഡോഗ് അവരുടെ ഫിലിം സീരീസിലേക്ക് വരുന്ന ഏറ്റവും പുതിയ പടമാണ് താമ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആയുഷ്മാൻ ഖുറാനയും അതുപോലെ തന്നെ രാഷ്മിക മന്ദാനയൊക്കെയാണ് മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. നവാസുദ്ദീൻ സിദ്ദിഖി എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. സോ ആ പടത്തിൻ്റെ ഒരു ടീസർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്, ഒഫീഷ്യൽ ടീസർ റിലീസായിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. മാഡ് ഡോഗ് ഫിലിംസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ഇത് റിലീസാക്കിയിരിക്കുന്നത്. വേൾഡ് ഓഫ് താമ എന്നാണ് അതിൻ്റെ ഒരു ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവർ ഈ പടവും മറ്റുള്ള സിനിമയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് ടീസർ കണ്ടാൽ വല്ലതും ഹിൻഡ് തരുമോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും പടം വരുമ്പോഴേ അറിയത്തുള്ളൂ പടം എന്താണെന്നുള്ളതൊക്കെ മേ ബി ടീസറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഞാൻ സ്ത്രീ 2 റിലീസായപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടതാണ്. നമുക്ക് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ഇഷ്ടമുള്ളൊരു യൂണിവേഴ്സാണ്. കാരണം ഒരു ഫണ്ണാണ്, ഹൊററുണ്ട്, ഫണ്ണാണ്, ഒരു രസമുണ്ട്, ഒരു പരിപാടിയൊക്കെ കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് അല്ല, സാധാരണ ഹിന്ദി പടങ്ങളിൽ എനിക്ക് അത്ര വലിയൊരു താല്പര്യം വെക്കാത്തതാണ്. ബട്ട് ഇത് കൊള്ളാം, പരിപാടി കൊള്ളാം. അപ്പോൾ എന്തായാലും ഇത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. ഓക്കെ, സമയം പറഞ്ഞ് സമയം കളയാം. ദിനേഷ് വിജയൻ, ദീപാവലി, സ്ത്രീ, ഭേദിയ, മുഞ്ചിയ മുന്നല്ല മുഞ്ചിയ, മുഞ്ചിയ എന്നല്ലേ. ഓ, രശ്മിക മന്ദാന. ഗെറ്റ് റെഡി. ഓക്കെ, എന്തിനത്? ഫസ്റ്റ് ലവ് സ്റ്റോറിയോ? ആൻഡ് ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. ബ്ലഡി സ്വീറ്റ്. രക്ത വീഴുന്നത്. താമ, ഗരുഡി, മല്ലിക അറോറ, आदित्य, क्या हुआ? रुक क्यों गए? पिछले 75 सालों से कोई रोमांस नहीं देखा मैंने. चालू रुको, कंटिन्यू. ഡ്രാക്കുളയാ? ദിവാലി 2025 മാത്രമേ കൊടുത്തുള്ളൂ. ട്രെയിലർ കമ്മിങ് സൂൺ. ഓക്കെ, സാധനം കൊള്ളാം. കാരണം ഇവർ ഈ യൂണിവേഴ്സിൻ്റെ പരിപാടിയെല്ലാം ഗംഭീര പരിപാടിയാണ്. അത് നിങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ആദ്യം ഫസ്റ്റ് സ്ത്രീ കാണുക, അത് കഴിഞ്ഞിട്ട് കാണേണ്ട പടം ഭേദിയ, അത് കഴിഞ്ഞിട്ട് സ്ത്രീ 2, പിന്നെ കാണേണ്ട പടം അല്ല അതിൻ്റെ ഇടയ്ക്ക് മുജിയ എന്ന് പറയുന്ന സിനിമ കാണണം, മുഞ്ചിയോ ആ പടം കാണണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് സ്ത്രീ 2 കാണുക. അപ്പോൾ ഒരു കണക്ഷൻ കിട്ടും. കാരണം ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീ 2-ൽ ഭേദിയ, വരുൺ ധവാൻ ഒക്കെ ഇതിനകത്തൊരു ക്യാമിയോ അടിച്ചിട്ടുണ്ട്. അപ്പം ഒരു കണക്ഷൻ ഇങ്ങനെ ആക്കി വരുന്നുണ്ട്. സോ ഇതിൽ ആരൊക്കെ വരും, ആരൊക്കെ ആയിരിക്കും സർപ്രൈസ് ആയിട്ട് വരുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ പടം ഇറങ്ങിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും അത് കാണാനും വെയിറ്റിങ്ങിലാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ മെയിനായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ആയുഷ്മാൻ ഖുറാനയ്ക്കും അതുപോലെ തന്നെ രാഷ്മികയ്ക്കും നല്ല ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. അതായത് വെറുതെ ഒരു നായിക എന്നുള്ളൊരു സംഭവം അല്ലാതെ
ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ പടത്തിലൊരു മെയിൻ സംഭവമായിട്ട് തന്നെ ഇതിനകത്ത് പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു വാമ്പയർ ടൈപ്പ് പരിപാടികളാണെന്ന് തോന്നുന്നു. ഇവർക്കും കുറച്ച് സൂപ്പർ പവേഴ്സും ഒരു വാമ്പയർ ടൈപ്പ് ഒരു അല്ല ഇവർ വന്ന് കടിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവങ്ങൾ. എന്തായാലും ഒരു രസമുള്ള അതിൻ്റെ പാട്ടുകളും ഒക്കെ ഗംഭീരമായിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. കാരണം തമന്നയുടെ മറ്റേ ആജ് കീ റാത്ത് മസ ആ പാട്ടൊക്കെ വന്നത് സ്ത്രീ 2-ലാണ്. സോ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും ഗംഭീരമായിരിക്കും ഇവരുടെ ഈ ഫ്രാഞ്ചൈസിയിൽ. എല്ലാ പാട്ടുകളും മറ്റേ എല്ലാ സിനിമയിലെ എല്ലാ പാട്ടുകളും നോക്കിയോളൂ, എല്ലാം നല്ല രസമുള്ള ഒരു പാട്ടുകളായിരിക്കും. സോ ലെറ്റ് സി, നമുക്ക് എന്തായാലും പടം റിലീസാകുമ്പോൾ കാണാം. ദീപാവലിക്ക് ഒക്ടോബറിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ദീപാവലി അതോ നവംബറിലാണോ അറിഞ്ഞൂടാ. അപ്പം എന്തായാലും ദീപാവലിക്ക് റിലീസാകുമ്പോൾ നമുക്കത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ടീസർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.